നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിദ്ധുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണോ റസൂൽ എന്നെ സഹായിക്കാൻ തയ്യാറായത്? ഒരിക്കലുമല്ല. സാറിനെ കുറിച്ച് സിദ്ധാർത്ഥ സാർ പറഞ്ഞത് കേട്ടപ്പോ സാറൊരു നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് സഹായിക്കാന്ന് തീരുമാനിച്ചത്. ഇന്നു മുതല് സാറിന്റെ സംരക്ഷണ ചുമതല എനിക്കാണ്. സിദ്ധാർത്ഥ സാറ് SP നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാ എന്നെ ഇവിടെ ഡ്യൂട്ടി കിട്ടത്. റസൂലിന്റെ സഹായത്തോടെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ സിദ്ധാർത്ഥിനും റസൂലിനും അതൊരുപോലെ പ്രശ്നമാവില്ലേ? എനിക്ക് സസ്പെൻഷൻ ഉറപ്പാ. പക്ഷേ സിദ്ധാർത്ഥ സാറിന് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം. സിദ്ധുവേട്ടനെ ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് പറഞ്ഞോളാം. എന്തായാലും അധികം നീട്ടിക്കൊണ്ടു പോകണ്ട. ഏറിയ 2 ദിവസം. അതിനു മുമ്പ് സാർ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. അല്ല കൊച്ചേ, നിനക്ക് എന്നാ ശമ്പളം കിട്ടൂ ഇപ്പൊ? ഓ, അങ്ങനെ വലിയ ശമ്പളമൊന്നും ഇല്ല ഭാമിനിയമ്മച്ചേ. പിന്നെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി പോകുന്നതാ. കിട്ടുന്ന കാശൊക്കെ നീ സൂക്ഷിച്ചു വെക്കുന്നില്ലേ? ഉണ്ട്, എല്ലാം എന്റെ അക്കൗണ്ടിലുണ്ട്. മിടുക്കി, അങ്ങനെ തന്നെ വേണം. എന്റെയും വല്യക്കന്റെയും ഗുണം നിനക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല കൊച്ചേ, മനോഹരന് നീ വല്ലതും കൊടുക്കാറുണ്ടോ ശമ്പളത്തിൽ നിന്ന്? ഏയ്, എന്നോടൊന്നും ചോദിക്കാറുമില്ല, ഞാനായിട്ട് കൊടുക്കാറുമില്ല. അങ്ങനെ തന്നെ വേണം. വേണമെങ്കിൽ മനോഹരന് മരുമോൾ സമ്പാദിച്ചു കൊടുക്കും. അവളോടാണല്ലോ അവർക്ക് പത്യം കൂടുതൽ. കാശ് അക്കൗണ്ടിലുണ്ടെങ്കിൽ നിനക്കൊരു സ്കൂട്ടർ മേടിച്ചുകൂടെ? ഇവിടുത്തെ ഉണ്ടക്കണ്ണിക്കുണ്ടല്ലോ. ആ സ്കൂട്ടർ ആശുപത്രിയിൽ നിന്ന് സമ്മാനമായിട്ട് കിട്ടിയതെന്നാ പറഞ്ഞത്. എങ്ങനെ കിട്ടാതിരിക്കും? ഇവിടുത്തെ ചെറുക്കന്റെ ചങ്ക് വിറ്റ് കാശാക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തതല്ലേ. ആ സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കുന്ന കാശ് വാങ്ങിച്ചിട്ടേ ഹൃദയം കൊടുക്കുമായിരുന്നുള്ളൂ. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്കൊന്നും അനുഭവയോഗമില്ലെന്നേ.